സ്വിറ്റ്സർലൻഡിലെ മഞ്ഞുമൂടിയ ദാവോസിൽ വേൾഡ് എക്കണോമിക് ഫോറത്തിന് ഇന്ന് തുടക്കമാകുമ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് ആ ഒരൊറ്റ മനുഷ്യനിലേക്കാണ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിന്റെ രണ്ടാം വരവ് ലോകക്രമത്തെ എങ്ങനെ മാറ്റിമറിക്കുന്നു? ഇത് മാത്രമാണ് ലോകം ഇപ്പോൾ അന്വേഷിക്കുന്നതും തിരയുന്നതുമൊക്കെ. ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികൾ, ശതകോടീശ്വരന്മാർ, ഭരണാധികാരികൾ എല്ലാവരും ഇന്ന് സ്വിറ്റ്സർലൻഡിലെ ദാവോസിലാണ്. വേൾഡ് എക്കണോമിക് ഫോറം 2026 ഇന്ന് ഔദ്യോഗികമായി തുടക്കമാവുകയാണ്. പക്ഷേ ഇത്തവണത്തെ ദാവോസ് പഴയതുപോലെയല്ല. അന്തരീക്ഷത്തിൽ മഞ്ഞിനേക്കാൾ തണുപ്പുള്ള ഒരുതരം പേടിയുണ്ട്. അതിന് കാരണം മറ്റാരുമല്ല, അമേരിക്കൻ പ്രസിഡന്റ് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് തന്നെയാണ്. ട്രംപ് തന്റെ രണ്ടാം ഊഴത്തിൽ ലോകക്രമത്തെ തനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ പൊളിച്ചെഴുതുകയാണ്. സൈനിക നീക്കങ്ങൾ, കടുത്ത വ്യാപാര നിരോധനങ്ങൾ, അതായത് താരിഫുകൾ, പിന്നെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ, ലോകത്തെ തന്റെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിവരയ്ക്കുന്ന ട്രംപിന്റെ ഈ ബോൾഡ് അപ്രോച്ച് ഒരു പുതിയ ലോക യുദ്ധത്തിന് വഴിവെക്കുമോ? പഴയ സൗഹൃദങ്ങൾ ഉപേക്ഷിച്ചും പുതിയ ശത്രുക്കളെ സൃഷ്ടിച്ചും ട്രംപ് നടത്തുന്ന ഈ ഒരു പടയോട്ടം ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ തകർക്കുമോ? ദാവോസിൽ ഇന്ന് ലോക നേതാക്കൾക്കിടയിൽ നടക്കാൻ പോകുന്ന ആ നിർണായക നീക്കങ്ങൾ എന്തൊക്കെയാണ്? പരിശോധിക്കാം. ഈ വർഷത്തെ ദാവോസ് ഉച്ചകോടിയുടെ തീം എ സ്പിരിറ്റ് ഓഫ് ഡയലോഗ് എന്നാണ്, അതായത് ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക. പക്ഷേ ട്രംപിന്റെ ഡിക്ഷണറിയിൽ ഡയലോഗ് എന്ന വാക്കിന് പകരം ഡീൽ എന്ന വാക്കാണുള്ളത്. അമേരിക്കയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം ആരെയും വെല്ലുവിളിക്കാൻ തയ്യാറാണ്. ഏറ്റവും ഒടുവിലായി ഗ്രീൻലാൻഡ് വിഷയത്തിൽ ഡെൻമാർക്കിനും മറ്റ് 7 യൂറോപ്യൻ രാജ്യങ്ങൾക്കും നേരെ അദ്ദേഹം ഉയർത്തിയ 10% മുതൽ 25% വരെയുള്ള താരിഫ് ഭീഷണി ദാവോസിലെ പ്രധാന ചർച്ചാ വിഷയമാകും. വെനസ്വേലയിൽ നടത്തിയ സൈനിക ഇടപെടലും ഇറാനെതിരെയുള്ള കടുത്ത നിലപാടുകളും ട്രംപിന്റെ കരുത്ത് പ്രകടിപ്പിക്കാനാണോ അതോ ലോകത്തെ ഒരു അരാജകത്വത്തിലേക്ക് നയിക്കാനാണോ എന്നാണ് ഭൂരിഭാഗം നേതാക്കളും ചോദിക്കുന്നത്. ട്രംപിന്റെ ഈ ഒരു പോക്കിനെ തടയാൻ യൂറോപ്പ് ഒന്നിച്ചു നിൽക്കുകയാണ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ജർമ്മൻ ചാൻസലർ ഫ്രീഡറിക് മേഴ്സ് എന്നിവർ ട്രംപിന്റെ ഈ ഒരു ഏകപക്ഷീയമായ നീക്കങ്ങൾക്കെതിരെ സംസാരിക്കാൻ തയ്യാറെടുത്തു കഴിഞ്ഞു. നിയമങ്ങൾ അനുസരിച്ചുള്ള ഒരു ലോകക്രമം അത് തകരുന്നതിൽ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ട്രംപ് വരുന്നത് വലിയൊരു ടീമുമായിട്ടാണ്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് തുടങ്ങിയ പ്രമുഖർ ട്രംപിനൊപ്പമുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ ഡെലിഗേഷനാണ് ഇത്തവണ അമേരിക്കയുടേത്. അമേരിക്കൻ കരുത്തിനു മുന്നിൽ എല്ലാവരും വഴങ്ങണമെന്ന സന്ദേശമാണ് ട്രംപ് നൽകുന്നത് എന്ന് തോന്നുന്നു. ഇന്ത്യയിൽ നിന്നും വലിയൊരു സംഘം ദാവോസിലുണ്ട്. പ്രത്യേകിച്ച് കേരളം ഇത്തവണ വലിയ പ്രാധാന്യമാണ് ദാവോസിന് നൽകുന്നത്. വ്യവസായ മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ എത്തിക്കഴിഞ്ഞു. ഏകദേശം 10 കോടി രൂപയാണ് കേരളം ഈ ഉച്ചകോടിക്കായി ചിലവാക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡീപ് ടെക് തുടങ്ങിയ മേഖലകളിൽ നിക്ഷേപം കൊണ്ടുവരികയാണ് കേരളത്തിന്റെ ലക്ഷ്യം. ഇൻവെസ്റ്റ് ഇൻ കേരള പവലിയൻ വഴി ലോകത്തിലെ വമ്പൻ കമ്പനികളെ സംസ്ഥാനത്തേക്ക് ആകർഷിക്കാൻ ഈ സമ്മേളനം വഴി സാധിക്കുമെന്നാണ് പ്രതീക്ഷ. ചുരുക്കത്തിൽ പഴയ ലോകക്രമം അവസാനിക്കുകയും ട്രംപിന്റെ പുതിയ അമേരിക്ക ഫസ്റ്റ് നിയമങ്ങൾ തുടങ്ങുകയും ചെയ്യുന്ന ഒരു സന്ധ്യാസമയത്താണ് ദാവോസ് ഉച്ചകോടി നടക്കുന്നത്. ഇത്തവണത്തെ ദാവോസ് വെറും ഒരു സാമ്പത്തിക ചർച്ചയല്ല, അതൊരു പവർ സ്ട്രഗിളാണ്. ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാലം കഴിഞ്ഞ് ഇപ്പോൾ ഭീഷണികളും താരിഫുകളും വഴി കാര്യങ്ങൾ നേടിയെടുക്കുന്ന ഒരു ശൈലിയുമാണ് നമ്മൾ കാണുന്നത്. ദാവോസിലെ ഈ 5 ദിവസങ്ങൾ വെറും സംസാരത്തിൽ ഒതുങ്ങുമോ അതോ ലോകത്തെ ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നയിക്കുന്ന തീരുമാനങ്ങൾ അവിടെ ഉണ്ടാകുമോ? ട്രംപിന്റെ വന്യമായ വേഗതയ്ക്ക് മുന്നിൽ ലോകം എങ്ങനെ പിടിച്ചു നിൽക്കും എന്നതാണ് അടുത്ത ചോദ്യം. ഒരു വശത്ത് വരാനിരിക്കുന്ന വമ്പൻ ട്രേഡ് വാറാണ്, മറുവശത്ത് ആഗോള സുരക്ഷാ ഭീഷണികൾ. ഇതിനിടയിൽ സമാധാനത്തിന് എത്രത്തോളം സ്ഥാനമുണ്ടാകുമെന്നത് കണ്ടറിയണം. അപ്പോൾ ദാവോസ് ഉച്ചകോടി വെറും തുടക്കം മാത്രമാണ്. ട്രംപിന്റെ നീക്കങ്ങൾ ലോകത്തെ എവിടെ എത്തിക്കുമെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് വ്യക്തമാകും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.